ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോവാണ്. നല്ല ഡെക്കറേഷൻസ് ഒക്കെ കിട്ടുമോ, എവിടെയാണ് കിട്ടുന്നത്, അതൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 2 മണി 2:30 ആയിട്ടോ. സാറ്റർഡേ ആണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ട്രാഫിക്കിൽ പെടുന്നതാണ് തോന്നുന്നത്. എന്തായാലും അത് ഒട്ടും തെറ്റില്ല. നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ട്രാഫിക്കായിട്ടോ. ട്രാഫിക്കിൽ ഇരിക്കണമെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, റേഡിയോ കേട്ടി ഇരിക്കുക തന്നെ. അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ട്രാഫിക് സിഗ്നലും കിട്ടിയിട്ടോ. ഇനി നമുക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ പോകാനുള്ളൂ. പക്ഷേ 40 മിനിറ്റാണ് കേട്ടോ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഇനി അവിടെ ചെന്ന് നല്ല രീതിയിലൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷായിരിക്കും. പിന്നെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ അടുത്തേക്ക് ഒന്നും പാർക്കിംഗ് നോക്കേ വേണ്ട. സാൻഡി മോൾ നല്ല ഹാപ്പി മോഡിലാണ് ഇരിക്കണേ. ജിബിക്കാണെങ്കിൽ ക്ഷമ നശിച്ച് തുടങ്ങി കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തിയേ. നമ്മൾ കാറ് കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തത്. അവിടെ നിന്ന് അടുത്ത് സഫീന പ്ലാസ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് മുമ്പാണ് ഈ കാണുന്ന സഫീന പ്ലാസ എന്ന് പറഞ്ഞ ഏരിയ. ഇവിടെ നമ്മൾ വന്നത് കുറച്ച് കുഷ്യൻസിൻ്റെ കവറും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. നല്ല രീതിയിലുള്ള ഓഫേഴ്സും ഇപ്പോഴും ഉണ്ട് കേട്ടോ. നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നേ. പിന്നെ ബൾക്കായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലാഭമുണ്ട്. ഈ പ്ലാസയുടെ ഉള്ളിൽ നമുക്ക് കുറേ ഷോപ്സുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറേ പേര് സ്റ്റോൾസുകൾ ഇടുന്നുണ്ട്. ഇത് നമ്മൾ അവിടെ നോക്കിയതാണ് കേട്ടോ. ടി വിയുടെ അടിയിലിടാനുള്ള റണ്ണേഴ്സ് ഉള്ളതും പെർ പീസിന് അവർ 600 ഒക്കെയാണ് കേട്ടോ പറയുന്നത്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് ഇവിടെ. പിന്നെ ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്നതൊക്കെ നമ്മുടെ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് അവരിട്ടേക്കുന്ന സ്റ്റോൾസാണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ സ്റ്റോൾസുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഈ ക്ലച്ചസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ചേട്ടൻ നല്ല കത്തി വില പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ സ്റ്റോൾസ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറേ അധികം സ്റ്റോൾസുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. നമ്മുടെ ക്രിസ്മസിൻ്റെ ഷോപ്പ് നമ്മളവിടെ കണ്ടു. ഡെക്കറേഷൻസ് നമ്മൾ നോക്കാണ്. നല്ലത് കിട്ടുമോ നമുക്ക് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ഈ ക്രിസ്മസിൻ്റെ തീംസ് ആയിട്ടുള്ള ഷീറ്റ്സുകളുണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പ്രൈസ് ഒന്ന് ചോദിച്ചു കേട്ടോ. 1450 രൂപയാണ് കേട്ടോ അവർ പറയുന്നത്. 800 ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്രയും വില കൊടുത്ത് എന്തായാലും ഞാൻ വാങ്ങുന്നില്ല. ഒരു പ്രാവശ്യം കൂടി ഞാനൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചു കേട്ടോ. ഇതിന് തന്നെയാണോ 1450 രൂപ എന്ന് പറഞ്ഞത്? അവർ പറഞ്ഞു ഇത് തന്നെ. പിന്നെ അതവിടെ നമ്മൾ പതുക്കെ വെച്ചിട്ട് അങ്ങോട്ട് നടന്നു കേട്ടോ. എല്ലാത്തിനും അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്കിവിടെ തോന്നിയത്. സത്യം പറഞ്ഞാലോ, നമ്മുടെ ബ്രോഡ്വേ നമുക്ക് ഓർമ്മ വന്നേ. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് സമയത്ത് ശരിക്കും ഞാൻ ബ്രോഡ്വേ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സും ബെറീസും എല്ലാം ചെറിയ ചെറിയ കുറച്ച് ഐറ്റംസുകളെല്ലാം വാങ്ങിച്ച് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സഫീന പ്ലാസയിൽ നിന്ന് അങ്ങ് ഇറങ്ങാൻ കണ്ട് നമുക്കൊരു അടിപൊളി ഫുഡ് സ്റ്റോൾ കാണാൻ പറ്റും കേട്ടോ. ചിക്കൻ ഫ്രാങ്കി, റോള്, സാൻഡ്വിച്ച് എല്ലാം നമുക്കിവിടെ കിട്ടേ. നമ്മൾ 2 ഫ്രാങ്കിയാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഈ ഷോപ്പിൽ. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ അത്. നമ്മുടെ ഷോപ്പിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പോഴേക്കും ഇവർക്ക് വിശന്ന് തുടങ്ങി. നമ്മൾ 2 ക്ലാസിക് ചിക്കൻ ഫ്രാങ്കി കേട്ടോ പറഞ്ഞ്. ചിക്കൻ കീമ, ചില്ലി ചിക്കൻ ഫ്രാങ്കി, ചെട്ടിനാട് ചിക്കൻ ഫ്രാങ്കി, അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ഫ്രാങ്കീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ചിക്കൻ ഫ്രാങ്കി വീട്ടിലുണ്ടാക്കാറുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഇവരിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ ഹാഫ് കുക്ക് ചെയ്ത ഫ്രാങ്കീസ് സ്റ്റോക്ക് ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ആവശ്യമനുസരിച്ച് സ്റ്റൗവിലിട്ട് അവർ ചൂടാക്കി എടുക്കുകയാണെ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിക്കും കേട്ടോ. ക്രിസ്പി ബൈറ്റിന് വേണ്ടി അവർ ഒനിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ചിക്കൻ്റെ ഗ്രേവീസ് അവർ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ചിക്കൻ കീമയാണോ, ചില്ലി ചിക്കൻ ആണോ, ചെട്ടിനാട് ചിക്കൻ ആണോ, അതനുസരിച്ച് അവർ ഗ്രേവീസ് അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫ്രാങ്കീസ് ഓൾമോസ്റ്റ് റെഡിയായേ. നമ്മൾ 2 ഫ്രാങ്കിയാണ് പറഞ്ഞത്, അത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സാൻഡി മോൾക്ക് കിട്ടി. ഇങ്ങനെ ഷോപ്പിങ്ങിന് വരുന്ന സമയത്ത് അവർക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ കൊടുത്തില്ലെങ്കിൽ അവർ പിന്നെ മൂഡ് ഔട്ട് ആവേ. ഇനി ഒരു 1/4 മണിക്കൂർ നേരത്തേക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. നല്ലതാണോ ജിബി? ടേസ്റ്റ് ഉണ്ടോ? ആണോ? പിന്നെ നമ്മളൊരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങിച്ചു വെച്ചേ. കാരണം നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ച സാധനം കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ കൂടി ഇതുവരെ തുടങ്ങിയിട്ട് പോലില്ല. എല്ലാവരും ഒരു മൂലയ്ക്ക് നിന്ന് കഴിയാൻ തുടങ്ങിയിട്ടുണ്ട്.
അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഒന്ന് നടന്നു കേട്ടോ. നടന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫേവറേറ്റ് സാധനം വന്നു. അവിടെ ഒരു ചേട്ടൻ പേരയ്ക്ക വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് 1 കിലോ ആയിട്ടും തരും, അതുപോലെ തന്നെ പെർ പീസായിട്ടും തരും. ഇത് കണ്ടോ, ഇതുപോലെ ഇവർ ഉപ്പ് മുളകൊക്കെ ഇട്ട് തരും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഞാനും ഒരെണ്ണം വാങ്ങിച്ചു. ഇത് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്കൊന്നും വേണ്ടാന്നാണ് കേട്ടോ പറഞ്ഞത്. എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴേക്കും അപ്പോഴേക്കും ഇവരൊക്കെ ചാടി വീഴും. ഞാൻ വാങ്ങിച്ചു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. ആൻറ്റി ഇതൊന്നും കുളിച്ചോരോടോ പറഞ്ഞു ഇഷ്ടമാവുന്ന. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കൊന്ന് നടന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ വഴിയിൽ കുറേ സാൻഡ് ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. ക്രിസ്മസ് വൈബ് ഒന്ന് വേറെ തന്നെയാണല്ലേ. പിന്നെ കുറച്ചൊന്ന് ഞങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ നമ്മൾ വേറൊരു ഡെക്കറേഷൻ്റെ ഷോപ്പ് നമ്മൾ കണ്ടു കേട്ടോ. അത് അത്യാവശ്യം കുറച്ച് വലിയ ഷോപ്പായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഹാങ് ചെയ്ത ഡെക്കറേഷൻ ഐറ്റം വാങ്ങാനായിട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസ് 1250 ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് കേട്ടോ. ഇതെന്തായാലും വീട്ടിലുണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചത്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് സെറ്റാക്കാം. നമ്മുടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഈ 2 ഷോപ്സ് ആട്ടോ ഡെക്കറേഷൻ ആകെ കൂടി ഞാൻ കണ്ടത്. ഈ ഷോപ്പിൽ കുറച്ചും കൂടി ഐറ്റംസ് കൂടുതലുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെയൊക്കെ കറങ്ങി കണ്ട് നമ്മൾ പതുക്കെ ഇറങ്ങിയേ. വഴിയിലെല്ലാം ഫുള്ള് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസാണ്. ഈ കാണുന്ന ക്രിസ്മസ് ട്രീ നോക്ക്, എന്തൊരു ഭംഗിയല്ലേ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് ഡെക്കറേഷൻസിൻ്റെ ഷോപ്പുകൾ വളരെ കുറവാണ്. പിന്നെ ഇങ്ങനത്തെ 2-3 ഷോപ്പുകൾ മാത്രമേ കേട്ടോ കണ്ടുള്ളൂ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറൊരു ടൈമിൽ ചെയ്യാം കേട്ടോ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡഡ് ഷോപ്സിൻ്റെ തന്നെ ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന സ്ട്രീറ്റാണ് കുറച്ചും കൂടി ചീപ്പറായിട്ട് കിട്ടുന്ന ക്ലോത്ത്സുകളുടെ ഒരു ഏരിയ ഉണ്ടാവും. പിന്നെ കുറച്ച് ബാക്കിലോട്ടേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഏരിയ ആണ്. നമ്മൾ പോയ കാര്യത്തിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ കുറേ അധികം വേറെ ഷോപ്പിംഗാണ് കേട്ടോ ചെയ്തത്. കൂടുതൽ ഫുഡും അതെന്തായാലും പിന്നെ മസ്റ്റാണല്ലോ. ഇപ്പോൾ ടൈം ഏകദേശം 9 മണിയായിട്ടോ. നമ്മൾ ശോഭ മോളിലെ വെൻഡീസ് ബർഗറിൻ്റെ അവിടേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. അങ്ങനെ കുറച്ച് ബർഗേഴ്സും ഫ്രൈസും റോൾസും എല്ലാം പറഞ്ഞ് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ബർഗർ വന്നതും തിന്നതും ഒന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. അങ്ങനെ നമ്മുടെ ഒരു ഡേ വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ വ്ളോഗും നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ.